ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദോസ് ഇൻ വണ്ടർലാൻഡ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആനിമേഷൻ സീരീസ് ആണ് മാഷ ആൻഡ് ദ ബിയർ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിന്റെ എപ്പിസോഡ് 2 ആണ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ എപ്പിസോഡ് കാണുക. ഇനിയുള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് 2 ഡോണ്ട് വെയിറ്റ് ടിൽ സ്പ്രിംഗ്. സ്പ്രിംഗ് സീസണിൽ നമ്മുടെ മാഷ കാട്ടിലൂടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ്. അവളുടെ സ്ഥിരം ജോലിയായ മൃഗങ്ങളെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ കരടിച്ചേട്ടനെയാണ് കാണിക്കുന്നത്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. വീടിന് പുറത്തായി എന്നെ ശല്യം ചെയ്യരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൂമിൽ പോയി ബെഡൊക്കെ ശരിയാക്കി കിടക്കാൻ നേരത്താണ് കരടിച്ചേട്ടൻ ഒരു കാര്യം ഓർക്കുന്നത്. അയ്യോ, ഞാനിപ്പോൾ ഉറങ്ങുന്ന നേരത്ത് വല്ല എലിയും എൻ്റെ ഫുഡിലേക്ക് വന്നാലോ? കരടിച്ചേട്ടൻ ഉടനെ തന്നെ പോയി തൻ്റെ ഫുഡെല്ലാം വളരെ ഭദ്രമായി എടുത്തു വെക്കുന്നു. എന്നിട്ട് പിന്നെയും കിടക്കാൻ നേരത്ത് ഇനിയും വല്ല വേട്ടക്കാരനും വന്നാലോ? അതും പ്രശ്നമാണല്ലോ. ഉടനെ തന്നെ വാതിലൊക്കെ പോയി മരക്കഷ്ണങ്ങളെല്ലാം വെച്ച് അടിച്ച് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് സ്വസ്ഥമായി കിടക്കാൻ നേരത്ത് കരടിച്ചേട്ടൻ ഒന്നും കൂടി ആലോചിച്ചു, ഇനി നമ്മുടെ മാഷ എങ്ങാനും വന്നാലോ? കരടിച്ചേട്ടൻ മിന്നൽ വേഗത്തിൽ തന്നെ അവിടേക്ക് പോയിട്ട് മാഷ കളിക്കാൻ സാധ്യതയുള്ള എല്ലാം എടുത്ത് ഒരു ഷെൽഫിൽ വെച്ച് ഭദ്രമായി അടക്കുന്നു. വാതിലും നന്നായി അടച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ മാഷ വളരെ സിമ്പിളായി അകത്ത് കയറുന്നു. എല്ലാ പണിയും കഴിഞ്ഞു കരടിച്ചേട്ടൻ ആശ്വസിക്കുമ്പോൾ ദാ താഴെ നിൽക്കുന്നു നമ്മുടെ മാഷ. ഇതിപ്പോ എങ്ങനെ വന്നു? കരടിച്ചേട്ടൻ വാതിലിന്റെ അടുത്തേക്ക് പോയപ്പോൾ താൻ വെച്ച കെണി താൻ എന്നെ കുടുങ്ങി എന്നതിൽ കരടിച്ചേട്ടൻ ആ കുഴിയിലേക്ക് വീണു. കരടിച്ചേട്ടൻ ഒന്നും പറയാതെ അവിടെ നിന്നും എണീച്ചു പോയി കിടക്കാൻ ആരംഭിച്ചു. എന്നാൽ നമ്മുടെ മാഷ പിന്നാലെ പോയിട്ട് എന്താ കിടക്കുകയാണോ, എന്നിട്ട് കളിക്കാൻ വായോ, വേക്കപ്പ് വേക്കപ്പ് എന്ന് പറഞ്ഞ് കരടിച്ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്ത് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കരടിച്ചേട്ടൻ അതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന ഭാവത്തിൽ കിടക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും കരടിച്ചേട്ടന്റെ ഒരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് മാഷ വിഷമിച്ച് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ചുറ്റിലും നോക്കുമ്പോൾ എല്ലാതും അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന നിലയിലാണ്. അങ്ങനെ മാഷ ഒരു റൂം കണ്ടെത്തുകയും ആ റൂമിനുള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരുപാട് പെട്ടികൾ ഇരിക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ മാഷ ഒരു വടിക്കമ്പെടുത്ത് ആ പെട്ടിയിലെല്ലാം ഒന്ന് തട്ടാൻ തുടങ്ങി. ദേ നിൽക്കുന്നു അപ്പോൾ ഒരു കൂട്ടം തേനീച്ചകൾ. മാഷ ഓടടാ ഓട്ടം. ഓടി ഓടി അവസാനം തേനീച്ചകൾ കരടിച്ചേട്ടന്റെ പുതപ്പിനുള്ളിലും കയറി. കരടിച്ചേട്ടന്റെ ഒരു അയ്യോ എന്നൊരു വിളി മാത്രം. കരടിച്ചേട്ടൻ ജീവനും കൊണ്ടോടി അവിടെയുള്ള ടേബിളെല്ലാം മറിച്ചിട്ട് അവസാനം ആ കുയിൽ തന്നെ ചെന്ന് വീണു. ഇതെല്ലാം കണ്ടിട്ട് മാഷയാണെങ്കിൽ ഞാനല്ലല്ലോ ഇത് ചെയ്തത് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. കരടിച്ചേട്ടന് കുട്ടിയായിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് തന്നേനെ എന്ന ഭാവത്തിൽ ബെഡിൽ പോയി കിടന്നു. അപ്പോഴതാ ഗിർ എന്നൊരു ശബ്ദം. നോക്കുമ്പോഴതാ കുഞ്ഞു മാഷയുടെ കുഞ്ഞു വയറ്റിൽ നിന്ന് വിശപ്പ് കാരണം വന്ന ശബ്ദമാണ്. മാഷയും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കരടിച്ചേട്ടൻ കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്നാൽ മാഷയുടെ കുസൃതി അവിടെയും തുടർന്നുകൊണ്ടേയിരുന്നു. ഫ്രിഡ്ജിനുള്ളിൽ പെട്ടുപോയി, അവിടുത്തെ പാത്രത്തിനുള്ളിൽ പെട്ടുപോയി, തീപ്പെട്ടി എടുത്ത് കളിക്കുക. അങ്ങനെ അവസാനം കരടിച്ചേട്ടൻ മാഷ ഒരു ഭാഗത്ത് നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ മാഷയ്ക്ക് ഒരു ടേബിളും കസാരയും കൊടുത്ത് അതിലിരുത്തി. മാഷയാണെങ്കിൽ വേഗം ഫുഡ് താ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കരടിച്ചേട്ടനും ഫുഡുമായി ചെന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ മാഷ കിടന്നുറങ്ങുന്നു. കരടിച്ചേട്ടനും അവളെ മെല്ലെ എടുത്ത് ബെഡിൽ കിടത്തി. അപ്പോഴാണ് ദൂരെ ഒരു ചെന്നായ ഓളിടുന്ന സൗണ്ട് കേട്ടത്. അങ്ങനെ കരടിച്ചേട്ടൻ ഉണ്ടാക്കിയ ഫുഡുമായി ആ ചെന്നായുടെ അടുത്ത് പോയി ഫുഡ് കഴിക്ക ഓളിട. അങ്ങനെ ഈ ഒരു സീനോട് കൂടി മാഷ ആൻഡ് ദ ബിയറിന്റെ എപ്പിസോഡ് 2 അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരേക്കും ബൈ.